നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഭാസ്കരൻ കഴിക്കാൻ വന്നിരുന്ന സമയത്ത് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല ഹരീഷിന്. കാരണം ഭാസ്കരനും കൂടെ കാരണമാണ് നിധി ഈ വീട് വിട്ടു പോയെന്നാണ് ചിന്തിച്ചത്. അപ്പൊ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങളോ വഴക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒടുവില് ഭാസ്കരൻ പറഞ്ഞു, അതെ നീയൊക്കെ എന്തു പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ലടാ, ഞാൻ കഴിച്ചിട്ട് പോകത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും നികേഷ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ട സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് കഴിക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞു. എന്താടാ നീ കഴിക്ക. വേണ്ട, ഇത് അപ്പടി തണുത്തു പോയെന്നൊക്കെ പറയണ ദോശ. തണുത്തു പോയെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ചൂട് ദോശ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് പോകുമ്പത്തേനും നികേഷ് പിന്നാലെ എന്നിട്ട് പറഞ്ഞു, വേണ്ട, എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. നിധിയടുത്ത് ഇവിടെ ഉണ്ടായ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വീണ്ടും നമ്മുടെ വീട് ആ പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് സഹിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നികേഷ് അങ്ങോട്ട് പോയി. സുഭാഷിനും ഭയങ്കര വിഷമമായിരുന്നു. ഈ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു? സുധീഷ് നിധിയുടെ ഹോസ്റ്റലിന് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഒരു ബലൂണൊക്കെ വാങ്ങി അത്ര സോറി എന്നൊക്കെ എഴുതിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നിധി റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് താഴെ വന്നിരിക്കുന്നു. കയ്യിലൊരു ബലൂണുണ്ട്. ആ ബലൂണെ സോറി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിധി പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഹോസ്റ്റലിലെ ബാക്കി കുട്ടികളും ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. നിധി വന്നിട്ട് ചോദിച്ചു, എന്താ സുധീഷേ, ഇതെന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. അതെ, നീ ക്ഷമിച്ചെന്ന് പറ, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതെ സുധീഷെ, വെറുതെ ഇവിടെ കിടന്ന് സീൻ ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ കാണിക്കുന്ന പോലെ ബലൂടെ സോറിയൊക്കെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. സുധീഷിൻ്റെതായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, അതെ ഇപ്പോഴൊന്നും പറഞ്ഞ് എൻ്റെ തലയിലേക്ക് കയറത്തില്ല. നീ വീട്ടിലേക്ക് വാ, എന്നോട് ക്ഷമിക്കുക, ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ദേ കൂടുതൽ എനിക്ക് സുധീഷിനോടൊന്നും പറയാനില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഇവിടുത്തെ ബാക്കി കുട്ടികളൊക്കെ നോക്കുന്നത് കണ്ടില്ലേ, വെറുതെ നാണക്കേട് ഉണ്ടാക്കി വെക്കരുതെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, സോറി, ഇനി അത് ആവർത്തിക്കില്ല, ക്ഷമിച്ചെന്ന് ഒരു വാക്ക് എന്നോട് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധിക്ക് ദേഷ്യമായി. പറഞ്ഞ സുധീഷിന്റെ തലയിലേക്ക് കയറത്തില്ലേ, എത്ര വട്ടം ഞാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്ന് ദേഷ്യപ്പെട്ടു. ഒടുവില് സുധീഷിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. നിധി അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പത്തിന് ദിവ്യയും പിന്നെ ബാക്കി കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് കാര്യം തിരക്കുവാണ്. ദിവ്യ ചോദിച്ചു, എന്താ നിധി, എന്തു പറ്റി? അത് നിധിയുടെ റിലേറ്റീവ് വന്നല്ലേ പറഞ്ഞേ, ബലൂണെ സോറിയൊക്കെ എഴുതിക്കൊണ്ട് വന്നേ എന്തിനാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി ഫ്രണ്ട്സും ചോദിച്ചു, എന്താ കാര്യം, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സോറി പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. ലവറാണോ വന്നിരിക്കുന്നത്? ലവറുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു. നിധി പറഞ്ഞേ, ലവറൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ ആരാ വന്നിരിക്കുന്നേ? ആ സമയം ദിവ്യ പറഞ്ഞു, ഞാൻ ചോദിച്ചോളാം, നിങ്ങളൊക്കെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരൊക്കെ നിധിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ സമയം ദിവ്യ ചോദിച്ചു, എന്താ നിധി, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. നീ ഇന്ന് ഓഫീസിലിരുന്ന സമയത്തും ആകെപ്പാടെ ഡള്ളായിരുന്നു. കാര്യം തിരക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു. അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പ്രശ്നമില്ല. ഒരു പക്ഷേ അയാളുമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ടാണോ നീ ആ വീട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ ചോദിച്ചു. നിധി പറഞ്ഞു, അതെ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞു. ദിവ്യ പറഞ്ഞു, ഓക്കെ ശരിയെന്നും പറഞ്ഞു. ദിവ്യ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. ദിവ്യ ഇറങ്ങിപ്പോയി. ദിവ്യക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നിധിയോട് ചോദിച്ചിട്ട് നിധി ഒന്നും പറഞ്ഞതുമില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ രാവിലെ ചായ കുടിക്കാൻ രാജന്റെ കടയിലേക്ക് വരുവാണ്. അങ്ങനെ ഒരു ചായ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ വന്ന് ചായ പറയാണ്. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, ദേ രാജേട്ടാ, ആദ്യം ചായ പറഞ്ഞ ഞാനാ, എനിക്ക് ആദ്യം ചായ വേണമെന്ന് പറഞ്ഞു. ആ സമയം ഗംഗാധരൻ പറഞ്ഞു, ചായ പറഞ്ഞ അവനായിരിക്കും, പക്ഷേ എനിക്ക് ചായ എടുത്തോണമെന്ന് പറഞ്ഞു. ഈ സമയം രാജൻ പറഞ്ഞു, രണ്ടുപേർക്കും ചായ എടുത്തു തരും, ഒരേപോലെ എടുത്തു തന്നാൽ പോരെ, നിങ്ങളൊന്നും വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് വന്നിട്ട് കടയിൽ നിന്ന് 2 ബിസ്ക്കറ്റൊക്കെ വാങ്ങുവാണ്. അപ്പോഴേക്കും കടക്കാരൻ ചോദിച്ചു, അല്ല എന്താ സുഭാഷിന്റെ അനുജന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയെന്നൊക്കെ അറിഞ്ഞല്ലോ, സത്യമാണോ എന്ന് ചോദിച്ചു. സുഭാഷിന് എന്തു പറയണമെന്ന് അറിയില്ല. സുഭാഷ് പറഞ്ഞു, ചേട്ടാ ബിസ്ക്കറ്റ് തരുവാണ്, ഞാൻ അങ്ങോട്ട് പോയേക്കാരെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരനും ചുറ്റുമുള്ളവരൊക്കെ ഒന്ന് ചിരിക്കുവാണ്. ഇവന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്ന് വാഴാനായിട്ടാ, അതൊക്കെ നടക്കുന്ന കാര്യമാണ് എൻ്റെ രാജ, അതൊന്നും നടക്കില്ല. പെണ്ണുങ്ങൾ വാഴുന്ന വീടൊന്നും അല്ലത്. ആ പെങ്കൊച്ച് ഇത്രയും ദിവസം അവിടെ വന്ന് നിന്ന് തന്നെ ഭാഗ്യം, അല്ലാതെ എത്ര ദിവസം നിൽക്കുമെന്ന് ഓർത്തോണ്ട ഏതെങ്കിലും പെണ്ണ് അവിടെ വന്ന് നിന്ന് ചരിത്രം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കി സംസാരിക്കുക. സുഭാഷിന് ഭയങ്കര വിഷമമായി. ഭാസ്കരൻ ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ നിൽക്കുന്നേ. പിന്നീട് കടക്കാരെ സാധനം എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് അങ്ങോട്ട് പോയി. ഭാസ്കരന് സഹിക്കാൻ പറ്റിയില്ല. ഭാസ്കരൻ ഗംഗാധരന്റെ അടുത്തേക്ക് ചെന്നു. ഗംഗാധരന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അത് പറയാന്ന് പറഞ്ഞാൽ തോളത്തങ്ങോട്ട് കൈവച്ചു. അതെ
എൻ്റെ മരുമോള് പിണങ്ങി പോവാതിരിക്കുമോ അത് ഞങ്ങളുടെ കുടുംബകാര്യം, അതിൽ ഇത്രമാത്രം സന്തോഷിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കുടുംബകാര്യം കുറച്ച് ഞാൻ നിങ്ങളുടെ വിളമ്പട്ടെ ഇവിടെ ഇരിക്കുന്നവരോടെന്ന് ചോദിച്ചു. എന്ത്? അല്ല, കല്യാണത്തലേന്ന് സുനന്ദ വീട്ടിലേക്ക് വന്നതും പിന്നെ സുഭാഷും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ആ കഥകളെ ഞങ്ങൾ വിളമ്പട്ടേന്ന് ചോദിച്ചു. ഭാസ്കരൻ ഇത് പറയുമ്പോൾ ഗംഗാധരൻ്റെ മുഖത്ത് രക്തമയില്ലായിരുന്നു, വെള്ളറി വെളുത്തിരിക്കുകയാണ് ഗംഗാധരൻ. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാനതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ കുടുംബചരിത്രം മൊത്തം എനിക്ക് പറയേണ്ടതായിട്ട് വരും, പിന്നെ അറിയാലോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. അപ്പോഴേക്കും ഒരുത്തും ചോദിച്ചു, ഇതെന്താ ചേട്ടനും അനിയും കൂടെ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചില്ല, ഞങ്ങൾക്കൂടെ കേൾക്കാൻ പറ്റുന്ന വല്ലതാണോന്ന് ചോദിച്ചു. അതെ, ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ സമയം ഗംഗാധരൻ പറഞ്ഞു, അയ്യോ ദൈവത്തെ ഓർത്ത് പറയില്ല ഭാസ്കര, എങ്കിൽ പിന്നെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോണം, പറഞ്ഞു കേട്ടല്ലോ. ഇനി കൂടുതൽ കളിയാക്കാൻ വന്നാണ്ടല്ലോ ഞാനിവിടെ എല്ലാവരും വിളിച്ചു പറയും, പിന്നെ നിനക്കൊന്നും തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ ചായയും കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഗംഗാധരന് കാരണം തടിയേറ്റല്ലേ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഈ സമയം സുഭാഷ് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞപ്പോഴും നികേഷ് എഴുന്നേറ്റുണ്ടായിരുന്നില്ല, നികേഷ് കിടക്കുമായിരുന്നു. നികേഷിന് അടുത്ത് നിന്നിട്ട് സുഭാഷ് പറഞ്ഞു, എന്താടാ നീ ഇതെന്താ എഴുന്നേക്കാതെ? എഴുന്നേക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് പിടിക്കുമ്പോഴത്തേനും സുഭാഷ് ആ കാര്യം മനസ്സിലാക്കുന്നത്, നല്ല പനിയുണ്ട് നികേഷിന്. ഇതെന്താടാ നിനക്ക് പനിയാണോ എന്ന് ചോദിച്ചോണ്ട് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കിയപ്പോൾ നല്ല പനിയുണ്ട്. അത് നികേഷ് ചേട്ടാ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അയ്യോ അന്നൊരു കാര്യം ചെയ്യാം, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് സാരില്ല, സുഭാഷ് ചേട്ടൻ പോയിക്കോ, എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാന്ന് ചോദിച്ചു. അതെ, ഇവന് നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വേണം ഞാൻ ഇരിക്കണമെന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ലടാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, ആരും ഇരിക്കണം, നിങ്ങളൊക്കെ പോയിക്കോളാൻ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, നോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോക്കണം, കൃത്യസമയത്ത് മെഡിസിനും കാര്യങ്ങളും അതുപോലെ ഫുഡൊക്കെ എടുത്തു കൊടുക്കണം. അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം, ആ കാര്യത്തിലൊന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് കാര്യങ്ങളൊക്കെ ഏറ്റു. സുഭാഷ് അതിന് ശേഷമാണ് ജോലിക്ക് പോകുന്നത്. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് നികേഷിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ നിനക്ക് ആഹാരം എന്തെങ്കിലും എടുത്ത് തട്ടേന്ന് ചോദിച്ചു. ഇപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എടാ നിനക്കിത് എന്ത് പറ്റി പെട്ടെന്ന് പനി പിടിക്കാനായിട്ട്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, നിധിയെ വിളിക്ക്, നിധിയെ വിളിച്ച് എനിക്ക് പനിയാന്ന് പറ, ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഞാൻ എന്തിനാ വിളിക്കണേ, ഞാൻ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. പനിയായിട്ട് നിന്റെ അഹങ്കാരത്തിൻ്റെ ഒരു കുറവില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് ദേഷ്യപ്പെടുവാണ്. ഇനിയിപ്പം നിനക്ക് നാക്കിന് ഇത്ര നീളം ഉണ്ടല്ലോ, ഞാനിവിടെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നീ തന്നെ എടുത്ത് കഴിച്ചോളൂല്ലോ, അല്ലെങ്കിൽ നിന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് പോയി എഴുന്നേറ്റ്. നികേഷിനാണെങ്കിൽ നല്ല സങ്കടവും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. ആ സമയം ഹരീഷ് വർക്ക്ഷോപ്പിൽ ചെന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചന്തു അങ്ങോട്ടേക്ക് വരുന്ന ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീതുവിൻ്റെ കോള് വരുന്നേ. അപ്പോഴേ ചന്തു ചോദിച്ചു, ആരാ ഹരീഷേട്ടാ? നീതു വന്നു പറഞ്ഞു. വീട് തുടങ്ങിയോ? ഒന്നെങ്കിൽ വന്നിരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, ഇത് മാത്രമേ പണിയുള്ളൂ, നീതുവിന് വേറൊരു പണിയില്ലെന്ന് ചോദിച്ചു. അയ്യോ പതുക്കെ പറയുങ്ങാനും കേട്ടാ തീർന്നെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നീതി ചോദിച്ചു, അല്ല ഹരീഷേട്ടൻ എന്തെടുക്കുക? ഞാനൊരു ചായ കുടിക്കുമെന്ന് പറഞ്ഞു. ചായ മാത്രമുള്ള കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ദേ ചന്തു ഒരു വടയൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടിയുമായിട്ട് ഒരു പെങ്കൊച്ച് അങ്ങോട്ടേക്ക് വരുന്നേ. അതെ, ഈ വണ്ടി ഒന്ന് നോക്കാവോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം സർവീസ് ചെയ്ത് തന്നാ, പക്ഷെ ഇപ്പം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ശരിക്കും ഓടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ആ സമയം നീതി ചോദിച്ചത് ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതെ എനിക്ക് ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഹരീഷ് കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നീതി നോക്കി കഴിഞ്ഞപ്പോൾ കോള് കട്ട് ചെയ്തിട്ടില്ല. ഹരീഷ് ഏതോ ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കുന്നു. എന്തൊക്കെയുണ്ട് ഹരീഷ വിശേഷങ്ങൾ, സുഖമാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശേഷങ്ങൾ തിരക്കുന്നേ. ഹരീഷ് തിരിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ നീതു ഫോണിൽ കൂടെ കേൾക്കുവാണ്. നീതുവിന് സഹിച്ചില്ല. ഒരു പെണ്ണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ ഫോൺ വിട്ടിട്ട് പോയിരിക്കുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. അവർ നമ്മുടെ സംസാരം മുഴുവൻ ഫോണിൽ കൂടെ കേൾക്കുവാണ്. നീതുവിന് സഹിച്ചില്ല. തന്നോടല്ലാതെ വേറൊരു പെണ്ണിനോടും ഇങ്ങനെ അവൻ സംസാരിക്കേണ്ട. ഏതെങ്കിലും ഒരുത്തി വർക്ക്ഷോപ്പിലേക്ക് വണ്ടിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ കൊഞ്ചിക്കൊഴിഞ്ഞെന്ന് സംസാരിക്കുമായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് നീതുവിൻ്റെ ഉള്ള സമാധാന സ്വസ്ഥതയെല്ലാം പോയി. നീതു പെട്ടെന്ന് എന്ത് ചെയ്തു, വർക്ക്ഷോപ്പിലേക്ക് വരുവാണ്. വർക്ക്ഷോപ്പിലേക്ക് വരുമ്പം ഹരീഷ് വണ്ടി നന്നായിക്കൊണ്ടിരിക്കുക. ആ പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ നീതു അവിടെ മാറി വന്ന് നിൽക്കുവാണ്. ചന്തു പറഞ്ഞു, ആഹാ ഇതാരും നീതുമാടോ, വാ വന്നിരിക്കാനൊക്കെ പറഞ്ഞു. നീതുവിന് ദേഷ്യമായിരുന്നു. നീതു വന്നിട്ട് അവിടെ വന്നിരുന്നു. ഹരീഷിനോട് ഒരു വാക്കുപോലെ സംസാരിച്ചതുമില്ല. ഹരീഷാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അത് ഇതിന്റെ കുഴപ്പം കൊണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയെല്ലാം പണിത് അവസാനം ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
അവർ വണ്ടിയെല്ലാം പണിതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നീതു ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചു കഴിയുമ്പം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ ഏതോ ഒരുത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൊഞ്ചിക്കൊഴയും സംസാരിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല ഹരീഷിന് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വഴക്കായി. ഒടുവിൽ ചന്തു പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ നീതു? ഇതൊരു വർക്ക്ഷോപ്പല്ലേ, ഇവിടെ എത്ര പേര് വരുന്ന, അപ്പോൾ അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതെ എനിക്കറിയാം, ഹരീഷിന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. പെൺകുട്ടികളെ കണ്ടു കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇച്ചിരി ഒലിപ്പേര് കൂടലാന്ന് പറഞ്ഞു. ഹരീഷിന് ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരോടും സംസാരിക്കാൻ പറ്റില്ലെന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു മനുഷ്യന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആരോടും സംസാരിക്കാൻ പോലും പറ്റില്ലെന്നായി. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഓ അപ്പം ഞാനാണ് സ്വസ്ഥതയ്ക്ക് സമാധാനത്തിനും കേടല്ലേന്ന് ചോദിച്ചു. അതെ നീ തന്നെയാന്ന് പറഞ്ഞു. ഒടുവിൽ നീതു പിണങ്ങി പോവാണ്. ഹരീഷിന് ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി. ചന്തു പറഞ്ഞു, പിണങ്ങി പോകുന്നൊക്കെ പോട്ടെ ഹരീഷേട്ടാ, അല്ലേലും ഇത്ര നിസാര കാര്യത്തിന് ഇവളുമാരെയൊക്കെ സഹിക്കുന്ന നമ്മളെ വേണം പറയാനായിട്ട്. ഹരീഷ് പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാ, അതെങ്ങനെയാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ഹരീഷിന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.